യു ഷൈജു ചേരുന്നു. ആലപ്പുഴ മണ്ഡലത്തിലെ അവസാനത്തെ സ്ഥാനാർത്ഥികളുടെയും മുന്നിലെ അവസാനത്തെ പൾസ് പങ്കുവയ്ക്കാൻ. ഷൈജു, എന്താണ് അവസാന നിമിഷങ്ങളിൽ അവരുടെ ഒരു പ്രതീക്ഷയും ആശങ്കയും? അജിബ്സെ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDF-ഉം LDF-ഉം അവർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപോലെ പ്രതീക്ഷ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സംസ്ഥാന നേതൃത്വം ജയിക്കുമെന്ന് കരുതുന്ന 12 മണ്ഡലങ്ങളിൽ ആലപ്പുഴ ഉൾപ്പെട്ടിട്ടില്ല എന്നത് മറുവശത്ത് ശ്രദ്ധേയമായ ഒന്നാണ്. പക്ഷേ AM ആരിഫും ആലപ്പുഴ ജില്ലാ LDF കമ്മിറ്റിയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് വിജയിച്ച് കയറാൻ കഴിയും എന്നതാണ്. KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അതികായൻ മത്സരത്തിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ തങ്ങൾ വളരെ കരുതലോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഒരു ഫലം അത് വിജയമാകും എന്ന ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അത് 20,000 വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് അത് കടക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് ഇടതുപക്ഷം എങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അമിത ആത്മവിശ്വാസം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ 19 ലോക്സഭാ മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ അത് ജയിച്ചു കയറിയ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ ഇത്തവണ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ KC വേണുഗോപാൽ എന്ന ആലപ്പുഴയുടെ പഴയ പാർലമെന്റ് അംഗത്തെ തന്നെ രംഗത്തിറക്കി. അദ്ദേഹം ഇപ്പോൾ കുറച്ചുകൂടി കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് എന്നതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ അദ്ദേഹം ഇറങ്ങിയാൽ ജയിച്ചു കയറാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. അത് അവസാനം വരെയും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ജയപ്രതീക്ഷ വെച്ചിരിക്കുന്നു. ആ ജയപ്രതീക്ഷ കൂടുതൽ വോട്ട് സമാഹരിക്കാനുള്ള ഒരു രീതിയാക്കി മാറ്റാൻ UDF ശ്രമിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നതും KC വേണുഗോപാൽ എന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തെ കൂടുതൽ മികവുറ്റതാക്കി ജയിച്ചു കയറാനുള്ള ഒരു ശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെ 60,000 വരെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആലപ്പുഴയെ സംബന്ധിച്ച് നമ്മൾ സ്വതന്ത്രമായി പ്രത്യേകമായി പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ അട്ടിമറി നടന്നിട്ടുള്ള ഒരു ചരിത്രം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. 19 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF ജയിക്കുമ്പോൾ ഇടതുപക്ഷം ഇവിടെ 10,000 വോട്ടിന് ജയിച്ചു കയറുന്ന ഒരവസ്ഥ. ഇതിനു മുമ്പ് തുടർച്ചയായി VM സുധീരൻ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരൻ നിൽക്കുമ്പോഴും രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ പോലും VM സുധീരനെ അട്ടിമറിച്ച് KS മനോജ് എന്ന പുതുമുഖത്തെ ഇറക്കി ഇടതുമുന്നണി അട്ടിമറി ജയം നേടിയ ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്നത് ഒരു രാഷ്ട്രീയ പ്രത്യേകത ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന നമുക്ക് പറയേണ്ടി വരുന്നത് NDA BJP പിടിക്കുന്ന വോട്ടാണ് എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,87,000 പരം വോട്ടുകൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ പിടിച്ചത് BJPയെ സംബന്ധിച്ചിടത്തോളം 39,000 എന്ന വോട്ടിൽ നിന്ന് 1,87,000 കുതിച്ചുയർന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ വോട്ട് എത്രമാത്രം ഉയർത്തുന്നു എന്നത് ആലപ്പുഴയിലെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികളെയും അത് ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത് UDF-ന്റെ വോട്ടിനെയും LDF-ന്റെ വോട്ടിനെയും ബാധിക്കും. ആ വോട്ട് കുറയുന്നത് ആകും ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് UDF-ന് ഒരു നേരിയ മുൻതൂക്കം അല്ലെങ്കിൽ പറയാമെങ്കിൽ പോലും ഇടതുമുന്നണിയെ അവഗണിക്കാൻ ആലപ്പുഴയിൽ നമുക്ക് സാഹചര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം അത് ആലപ്പുഴയുടെ ഒരു ചരിത്രമാണ്. ആ ഒരു പ്രതീക്ഷ പക്ഷേ UDF-ഉം LDF-ഉം ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വലിയ ഒരു പ്രതീക്ഷ, NDA സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വോട്ട് ഉയർത്തുമോ എന്ന ഒരു ചോദ്യവും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന അവരുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് ഗുണം എത്രമാത്രം ഉണ്ടാകും എന്ന ഒരു കാര്യവും പ്രധാനപ്പെട്ടതാണ്. ശോഭാ സുരേന്ദ്രന് വോട്ട് കുറഞ്ഞാൽ അത് BJP-യുടെ സംസ്ഥാന ഘടകത്തിൽ തന്നെ കലഹത്തിന് വഴിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വോട്ടുയർത്തിയാൽ അത് ശോഭാ സുരേന്ദ്രന് പാർട്ടിയിൽ ഉണ്ടാകുന്ന കരുത്തും വർദ്ധിക്കും എന്ന കാര്യമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ജയിച്ചു കയറിയാൽ പോലും നല്ലൊരു ഭൂരിപക്ഷമില്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ AICC-യുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ മികച്ച ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ അതും UDF-നെ സംബന്ധിച്ചിടത്തോളം ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ 50,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അവർ
പിടിച്ചു നിർത്തിയ ഒരു മണ്ഡലത്തെ നിലനിർത്താനുള്ള പടയോട്ടം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം ഉണ്ടാകും. എല്ലാ പഴുതുകളും അടച്ചാണ് തങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് 10,000-നും 20,000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാകും എന്ന പ്രതീക്ഷ ഇടതുമുന്നണിയും വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. നാളെ രാവിലെ 8:30 ഈ മെഷീനിലെ വോട്ട് എണ്ണി തുടങ്ങും. ഏതാണ്ട് 9:30-10 മണിയോടുകൂടി ആദ്യ ഫലസൂചനയുടെ ട്രെൻഡിൽ ആലപ്പുഴ എങ്ങോട്ടായിരിക്കും എന്ന കാര്യം അറിയാൻ സാധിക്കും. അജിംസ്, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.